മോഹിപ്പിക്കുന്ന അഴകുള്ള നിന്റെ മുഖവും കടഞ്ഞെടുത്തതുപോലെയുള്ള നിന്റെ മാറിടങ്ങളും ഏതൊരാണിനെയും കൊതിപ്പിക്കുന്നത് പോലെ എന്നെയും കൊതിപ്പിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിട്ട് ഞെരിച്ചുടയ്ക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് നിന്നെ. പക്ഷെ ഞാനായിട്ട് തൊടില്ല. വേണി, നിന്നെ ഞാൻ തൊടണമെങ്കിൽ നീ കെഞ്ചണം എന്നോട്. നിന്നെ ഒന്ന് തൊടാൻ പറഞ്ഞ് നിനക്കൊരു പുരുഷനെ ദേവനെന്ന എന്നെ അറിയണമെന്ന് പറഞ്ഞ് കെഞ്ചി യാചിക്കണം നീ. നീ കെഞ്ചില്ലേ വേണി എന്നോട്? യാചിക്കില്ലേ? ഞാനെന്ന പുരുഷനെ ആണിനെ അറിയണ്ടേ നിനക്ക്? അഹങ്കാരവും അഹംഭാവവും ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്ന ദേവന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ പകപ്പോടെ അവനെ നോക്കി നിന്ന് പോയി വേണി. മിണ്ടാതെ നിന്ന് എന്നെ നോക്കാതെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ വേണി. നിന്റെ ഉടൽ ഭംഗി ഞാൻ ആസ്വദിക്കണമെങ്കിൽ, നിന്നെ ഒരു ഭാര്യയായി കണ്ട് ഞാൻ തൊടണമെങ്കിൽ നീ എന്നോട് യാചിക്കണം. യാചിക്കില്ലേ? ഇല്ല, എനിക്ക് വേണ്ട നിങ്ങളെ. ആഗ്രഹിക്കത്തില്ല ഞാൻ നിങ്ങളിലെ പുരുഷനെയോ ഭർത്താവിനെയോ. ദേവന്റെ ശബ്ദത്തിനും ചോദ്യത്തിനും ഒരേപോലെ മൂർച്ച കൂടിയതറിഞ്ഞ് ഇല്ലെന്ന് പറഞ്ഞതിനോടൊപ്പം ഇരുവശത്തേക്ക് തലയിളക്കി വേണി. അത് കണ്ടതും ഒരു പുച്ഛം നിറഞ്ഞു ദേവന്റെ മുഖത്ത്. നീ കെഞ്ചിലേടി? യാചിക്കില്ലേടി? നിനക്ക് വേണ്ടേ അപ്പം എന്നെ? പിന്നെ എന്തിനാടി എല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കല്യാണത്തിന് നീ സമ്മതിച്ചത്? ഇവിടെ കെട്ടിലമ്മയായി വാഴാനോ? ദേഷ്യം എരിച്ചെത്തി മുഖം ചുവന്നവന്റെ വാക്കുകൾക്ക് മൂർച്ചയും പരിഹാസവും ഏറി. എനിക്ക് വേണ്ട നിങ്ങളുടെ കെട്ടിലമ്മ സ്ഥാനം. ഒരിക്കലും ഞാനത് ആഗ്രഹിച്ചിട്ടുമില്ല. അതുപോലെ ഈ വേണി ഒരിക്കലും ചിറ്റത്തെ ദേവനോട് എന്നെ തൊടാനും ഒരു ഭാര്യയായി കണ്ട് എന്നെ കൂട്ടാനോ കിടത്താനോ ആവശ്യപ്പെട്ട് വരികയില്ല. അതിനായി കെഞ്ചി യാചിക്കുകയുമില്ല. എനിക്ക് കുറവുള്ളത് പണത്തിന് മാത്രമാണ്. ആത്മാഭിമാനമുണ്ട് ആവശ്യത്തിനും അതിലേറെയും. എൻ്റെ അവസ്ഥ നിങ്ങളും നിങ്ങളുടെ തറവാട്ടുകാരും മുതലെടുക്കുകയാണെന്ന് കരുതി ഇനിയും തോൽക്കാൻ വേണി കരുതിയിട്ടില്ല. പതർച്ചയേതുമില്ലാതെ ഉറപ്പുള്ള ശബ്ദത്തിൽ മറുപടി പറയുന്നവളെ കണ്ണെടുക്കാതെ ദേവൻ നോക്കി നിൽക്കും നേരത്തെ തന്നെയാണ് അവരുടെ മുറിയിലേക്ക് ഉള്ള മായയുടെ കടന്നുവരവ്. രാത്രി 10 മണിക്ക് യാതൊരു മടിയുമില്ലാതെ ഒരു അനുവാദം പോലും വാങ്ങാതെ ഇന്ന് പകൽ വിവാഹം കഴിഞ്ഞ് തങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് കടന്നു വരുന്നവളെ വെറുതെ എന്ന പോലെ നോക്കി വേണിയും. ആ മുറിയിൽ ഒന്നാകെ വട്ടം ചുറ്റി മായയുടെ കണ്ണുകൾ. മുല്ലപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് മുറിയാകെ. ബെഡിനോടൊത്ത് ചേർത്തിട്ടിരിക്കുന്ന സൈഡ് ടേബിളിലെ പാട കെട്ടി തണുത്ത പാലിലേക്കും അടുക്കി വെച്ച പഴങ്ങളിലേക്കും ചെന്നു മായയുടെ കണ്ണുകൾ. ഒടുവിൽ അവളുടെ കണ്ണുകൾ വേണിയിലെത്തിയതും വേണിയെ നോക്കുന്ന ദേവന്റെ മുഖത്തുള്ളതുപോലെ ഒരു പുച്ഛം അവളുടെ മുഖത്തും തെളിഞ്ഞു. ഒരേ ഭാവത്തിൽ ഒരേ പുച്ഛത്തിൽ തന്നെ നോക്കുന്നവരെ ശൂന്യമായ മനസ്സോടെ നോക്കി നിന്നു വേണിയും. ഇവളെന്ത് പറയുന്നു ദേവേട്ടാ? ദേവേട്ടനെ വേണം ഇവൾക്കെന്ന് പറഞ്ഞില്ലേ ഇവൾ? കെഞ്ചിയില്ലേ? അതിനായി കാല് പിടിച്ചില്ലേ? കേട്ടിലമ്മയായി വാഴാൻ ചിറ്റോത്തെ മരുമകളായി പടികയറി വന്നതല്ലേ? എന്തിനും സമ്മതിച്ചു തരും. എത്ര വേണമെങ്കിലും കെഞ്ചി കാല് പിടിക്കും. മുഖത്തെ പൂച്ചത്തിനൊപ്പം പരിഹാസവും കൂടി ശബ്ദത്തിൽ ആവോളം നിറച്ച് ദേവന്റെ ശരീരത്തിലേക്ക് ഒട്ടി നിന്നവന്റെ ശരീരത്തിൽ വിരൽ പടർത്തി ചോദിക്കുന്ന മായയെ വെറുപ്പോട് നോക്കി വേണി. മറ്റൊരുത്തന്റെ ഭാര്യയായിരുന്നിട്ടും വേറൊരു പുരുഷനല്ലേ തൻ്റെ ഭർത്താവിന്റെ ശരീരത്തിൽ ഒട്ടി ചേർന്ന് നിൽക്കുന്നവൾ? താനെ കാണിക്കാൻ വേണ്ടി, താൻ വേദനിക്കാൻ വേണ്ടി കൈകളാലും നോട്ടങ്ങളാലും ദേവനെ പുണരുന്നവളെ മായയെ വെറുതെ, തികച്ചും വെറുതെ നോക്കി നിന്നു വേണി. ചിറ്റോത്തെ ദേവന്റെ ഭാര്യ പദവി വേണി മോഹിച്ചിട്ടില്ല മായെ. അതുകൊണ്ട് തന്നെ അതിനായി തരം താഴാനും കരുതിയിട്ടില്ല. നീ സ്നേഹിച്ച, നിന്നെ സ്നേഹിച്ച ഇയാളെ യഥാവിധി വിവാഹം കഴിക്കാൻ നിനക്ക് സാധിച്ചില്ല. കുടുംബത്തെ എതിർത്ത് നിന്നെ സ്വന്തമാക്കാൻ ഇയാൾക്കും സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ മറ്റൊരുവന്റെ ഭാര്യയായിരുന്ന ഇയാൾക്കൊപ്പം ശരീരം പങ്കിട്ട് ജീവിക്കുന്ന നിന്നെ ഭയന്നാണ് ഇയാളുടെ വീട്ടുകാർ ഇയാൾക്ക് ഭാര്യയായി എന്നെ ചോദിച്ച് എൻ്റെ വീട്ടിലെത്തിയത്. അവരുടെ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും അറുതി വരുത്തി ഒരു വിലയിട്ട് എന്നെ ഇയാളുടെ വീട്ടുകാർ എൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തു. എന്നെ ഭാര്യയായി വേണ്ടാന്ന് ഇയാളൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ വിവാഹം നടക്കില്ലായിരുന്നു. എനിക്കത് തടയാൻ കഴിയില്ലെന്ന് ഇയാൾക്കറിയാം. എൻ്റെ വീട്ടുകാരുടെ കഷ്ടതകൾ തീർക്കാൻ കഴിവില്ല എനിക്ക്. ഇങ്ങനെ അതങ്ങ് തീർന്നെങ്കിൽ തീർന്നോട്ടെ എന്ന് കരുതി മാത്രമാണ് ഇയാളുടെ കൈകൊണ്ട് കെട്ടിയ താലിയും അണിഞ്ഞ് ഈ രാത്രി ഞാൻ ഈ മുറിക്കുള്ളിൽ ഇയാൾക്കൊപ്പം നിൽക്കുന്നത്. നിന്നെപ്പോലെ മറ്റാരും കാണാതെ പതുങ്ങിയല്ലമായി ഞാൻ ഈ വീട്ടിലും മുറിയിലും എത്തിയത്. കാലിരുമ്പിൻ്റെ കരുത്തുള്ള മൂർച്ചയേറിയ വേണിയുടെ വാക്കുകൾക്ക് മുമ്പിൽ ഞൊടിനേരം മറുപടി നഷ്ടമായി ദേവൻ നിന്ന് പോയെങ്കിലും അതിനേക്കാൾ വേഗത്തിൽ വേണിയുടെ കഴുത്തിൽ നിന്ന് താലിമാല പൊട്ടിച്ചെടുത്തിരുന്നു മായ. ദേവേട്ടനെന്നും എൻ്റെ മാത്രമാണ്. ഞൊടിഞ്ഞു മായ. മായയുടെ നീക്കത്തിൽ പകച്ച് ദേവൻ നിന്നെങ്കിലും പുഞ്ചിരിയോടെയാണ് വേണിയുടെ നിൽപ്പ്. നിങ്ങൾ കിട്ടിയ താലിയില്ല നീ നിമിഷം മുതൽ എൻ്റെ കഴുത്തിൽ. അതുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഞാൻ നിങ്ങളോട് ക്ഷമിച്ചേക്കുമായിരുന്നു. നിങ്ങൾ എന്നോട് മാന്യത കാണിച്ചിരുന്നെങ്കിൽ. ഇനി അതുമില്ല. എല്ലാം അവസാനിച്ചു. നിങ്ങളോട് എന്നെ തൊടാനോ ഭാര്യയെ കരുതാനോ ഒന്നും ആവശ്യപ്പെട്ട് വരില്ല ഞാൻ ഒരിക്കലും. നിങ്ങളും വരരുത്. ഒരിക്കലും ഒരു ഭർത്താവിൻ്റെ അധികാരത്തിൽ എനിക്കരികിൽ. ഈ വീട്ടിൽ എവിടെയെങ്കിലും ജീവിച്ചു മരിച്ചോളാം ഞാൻ ആയുസ്സെത്തും വരെ. ദേവന്റെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞ് വേണി മറ്റൊരു മുറിയിൽ കയറി വാതിലടച്ചതും അവർക്കായി ഒരുക്കിയ മണിയറയിൽ ദേവനോടൊത്ത് രതിയുടെ പുതുതലങ്ങൾ തേടി യാത്ര തുടങ്ങി മായെങ്കിലും അതുവരെ ദേവനെ കീഴടക്കി ഭരിച്ചിരുന്ന ഞാനെന്ന അഹങ്കാരത്തിനേറ്റ അടിയായിരുന്നു വേണിയുടെ സംസാരവും പ്രവൃത്തിയും. അതൊരു തുടക്കം മാത്രമായിരുന്നു വാശിയുടെയും നാശത്തിൻ്റെയും. ദേവന്റെ വീട്ടിൽ ആരുമില്ലാതെ വേണി ജീവിച്ചു പോരുമ്പോൾ മായയോടൊത്തുള്ള രഹസ്യബന്ധം നാട്ടിൽ പരസ്യമായി നടത്തി ദേവൻ. വേണിയോടുള്ള പക തീർക്കാൻ എന്ന വിധം കഴിവുകെട്ട ഭാര്യയായി തീർന്നു വേണി എല്ലാവർക്കും മുൻപിലും. അവളുടെ പോരായ്മയെന്ന് പറഞ്ഞ് പരിഹസിച്ച് അവളെ വിറ്റ് കാശു വാങ്ങി അന്നം തിന്നവരുൾപ്പെടെ.
ആരോട് പരാതി പറയാതെ ജീവിച്ചു. വേണിയും ഭർത്താവുമൊത്ത് ജീവിക്കമായി പ്രസവിച്ച ആൺകുട്ടി രൂപത്തിലും ഭാവത്തിലും ദേവന്റെ തനി പകർപ്പായത് നാട്ടുകാരുടെ പരിഹാസം കൂട്ടി. ആ ഒരു കുഞ്ഞല്ലാതെ മറ്റൊരു ജീവൻ പിറവിയെടുത്തില്ല. പിന്നീട് മായയിൽ നിന്നും മച്ചി എന്ന പേര് ചാർത്തിയ വീട്ടുകാരും നാട്ടുകാരും പൊതുയിടങ്ങളിൽ വേണിയെ പരിഹസിച്ച് രസിച്ചപ്പോൾ അവളുടെ ഇനിയും കപ്പൊക്കെ നഷ്ടപ്പെട്ടു പോവാത്ത കന്യകാത്തം ആരും അറിഞ്ഞില്ല. മായയുടെ കുഞ്ഞിനെ പേരക്കുഞ്ഞായി കണ്ട് അംഗീകരിച്ചു ദേവനെ വീട്ടുകാർ. മായയും കുഞ്ഞും തറവാട്ടിലെ നിത്യ സന്ദർശകരായി. എല്ലാറ്റിനും മൂകസാക്ഷി നിന്ന വേണി എന്ന പെണ്ണ് പലപ്പോഴും ദേവൻ എന്ന പുരുഷനെ മോഹിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി അവളെ തേടി ചെല്ലാൻ മാത്രം ധൈര്യം അവശേഷിച്ചിരുന്നില്ല. ദേവനെ വർഷങ്ങൾ കടന്നു പോകെ മായയും മകനും ഒരു അപകടത്തിൽ മരിച്ചതോടെ അതിൻ്റെതായ പഴിയും നാട്ടുകാർ നൽകിയത് വേണിക്കാണ്. വേണിയുടെ ശാപം മായയുടെയും മകൻ്റെയും ജീവൻ എടുത്തെന്ന് നാടൊട്ടുക്കും പാടി നടക്കുമ്പോഴും ചെയ്ത ദുഷ്പ്രവൃത്തികളുടെ തിരിച്ചടി കിട്ടി തുടങ്ങിയെന്ന തിരിച്ചറിവിൽ തളർന്നു ദേവൻ. വേണി എന്ന പെണ്ണിനോട് ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് ശിഷ്ടകാലം ദേവൻ പശ്ചാത്തപിക്കുമ്പോഴും താൻ ഒരിക്കലും ആരെയും ശപിച്ചിരുന്നില്ലെന്ന ഉത്തമ ബോധ്യത്തിൽ ദേവന്റെ തറവാടിനുള്ളിൽ തല ഉയർത്തി തന്നെ ജീവിച്ചു പോന്നു വേണിയെങ്കിൽ അവൾ നൽകുന്ന മാപ്പിനായി ശിഷ്ടകാലം അവളിലേക്ക് തുറന്നു വെച്ച മിഴികളോടെ കാത്തിരുന്നു ദേവൻ. മരണം വരെ വേണി തനിക്ക് മാപ്പ് തരില്ലെന്നറിയാതെ ചിലരങ്ങനെയാണ്. സ്വയം കത്തി തീർന്നാലും തോൽക്കാൻ മനസ്സിലാതെ ജീവിച്ചു മരിച്ചു മണ്ണടിയും. മരണം വരെ തോറ്റിട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്